ടോക്സിൻ്റെ ഒരു പുത്തൻ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് നിങ്ങളൊരുമാതിരിപ്പെട്ടവരൊക്കെ പോയൊരു ക്ഷേത്രമായിരിക്കും. തിരുവല്ലുവാമല ശ്രീ വിൽവാദ്രിനാഥ ക്ഷേത്രം. ഞങ്ങൾ ഇത്ര വെളുപ്പിനെ വന്നു കേട്ടോ. ഒരു 5:30 സമയമായിട്ടുള്ളൂ. ഉണ്ടോ ഇതാ ക്ഷേത്രത്തിൻ്റെ താഴെ വണ്ടിയിട്ട് കഴിഞ്ഞ് ക്ഷേത്രത്തിന് 2 സൈഡും എന്ത് മനോഹരമാക്കിയാണ് പണിതേക്കുന്നത് നോക്കി. തൃശ്ശൂരാണ് കേട്ടോ. ഒരുമാതിരിപ്പെട്ടവർക്ക് അറിയാമോ? തൃശ്ശൂർ തലപ്പള്ളി എന്ന സ്ഥലത്താണ് തിരുവല്ലാമല എന്ന സ്ഥലത്തിൻ്റെ പേര്. ശ്രീ വിൽവാദ്രിനാഥ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്രനും അദ്ദേഹത്തിൻ്റെ അനന്തശേഷൻ നാഗമില്ലേ, അദ്ദേഹത്തിൻ്റെ അവതാരമായ ലക്ഷ്മണൻ്റെയും അമ്പലമെന്നാണ്. അതായത് ഭാരതത്തിലുള്ള ശ്രീരാമക്ഷേത്രങ്ങളിലെ പ്രമുഖമായതാണ്. ഇതിപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഈ കല്ല് പെറുക്കി വെച്ച് ഭവനങ്ങളുടെ ഒരു മിക്ക ക്ഷേത്രങ്ങളും ഞങ്ങൾ പോയതെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ അപൂർവങ്ങളായ ലക്ഷ്മണൻ്റെ ക്ഷേത്രവും എന്താ ചുറ്റും കരിങ്കൽ പടവുകളാട്ടോ. 2 പേരും 2 ദിശകളോട്ടത്ത് പടിഞ്ഞാറും കിഴക്കും ദിശയിലോട്ടാണ് പ്രതിഷ്ഠ. ഇത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇപ്പം. ഇതുണ്ടോ വളരെ അതിൻ്റെ നിർമ്മിതിയൊക്കെ ഉണ്ടോ. ആ പഴയ പോലൊക്കെ തന്നെ അതുപോലൊക്കെ തന്നെ വളരെ ഭംഗിയായിട്ട് സൂക്ഷിച്ചേക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു അനുഭവം, നല്ലൊരു അന്തരീക്ഷമാണ്. നേരം വെളുത്ത് വരുന്നത് കാണാൻ അതിനൊരു ഭംഗിയുണ്ടല്ലോ. ഈ ക്ഷേത്രത്തിൻ്റെ ഈ 3 കിലോമീറ്റർ തൊട്ടടുത്താണ് ഭാരതപ്പുഴ കടന്നു പോകുന്നത് കേട്ടോ. ഭാരതപ്പുഴ ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ കുന്നിൻ്റെ അപ്പുറത്ത് കയറി എന്നാൽ കാണാമെന്ന് പറഞ്ഞു. നമ്മൾ കയറി എന്നിട്ട് കണ്ടില്ല. നമ്മൾ ശ്രമമൊക്കെ നടത്തി നോക്കിയായിരുന്നു. ഇത് ചുറ്റും കൽവിളക്കുകൾ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇത് മിക്കവാറും ദിവസങ്ങളിൽ വൈകിട്ടത് മൊത്തം തിരി തെളിയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊരു ഭംഗിയായിരിക്കുമല്ലേ. ഒരു ദിവസം വൈകിട്ട് വരണം. ഇന്ന് നമുക്ക് അതെല്ലാം കൂടെ നിന്ന് കാണാനും എടുക്കാനുള്ള സമയമില്ല. ഇത് അതിൻ്റെ ക്ഷേത്രക്കുളത്തിലോട്ട് ഇറങ്ങുന്ന കേട്ടോ. നിരവധി പടിയുണ്ട്. ഒരു 10-200 പടിക്ക് മുകളിലുണ്ട് കേട്ടോ. ആ കുളവും നല്ലൊരു വ്യത്യസ്തമായ ഒരു കുളമാണ്. ആ കുളത്തിൻ്റെ ക്ഷേത്രക്കുളത്തിൻ്റെ മുകളിൽ കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. കണ്ടോ, ആ നേരെ ഇറങ്ങി ചെല്ലുന്ന ആ പടവിൽ കൂടെ ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ കുളത്തിനകത്തോട്ട് ഇറങ്ങാം. ആ സൈഡിൽ കാണുന്ന കല്ലുകെട്ടിലൂടെ ആ റോഡിലോട്ടും ഇറങ്ങാം കേട്ടോ. കണ്ടോ കുളം കാണുന്നേ. നമുക്ക് പോയി നോക്കാം. ആദ്യം നമുക്ക് റോഡിൽ കയറി ഇന്ന് കുളമൊന്നും കണ്ടു നോക്കാം. മഴയൊക്കെ ആയതുകൊണ്ട് മഴയായിരുന്നു. അതുകൊണ്ട് ശകലം തെറ്റിലൊക്കെ ഉണ്ട്, നടയിലൊക്കെ ഉണ്ട്. ആ സമയത്തൊക്കെ പോകുന്നവരൊക്കെ ശ്രദ്ധിച്ചോണം കേട്ടോ. വേണ്ടോ എന്നാ വിസ്തൃതമായൊരു കുളമാണെന്ന് നോക്കി. ഉണ്ടോ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. താഴെ കുളിക്കുന്നതും നനയ്ക്കുന്നതും ഒക്കെ ഉണ്ട് ആൾക്കാർ. ക്ഷേത്ര ജീവനക്കാരും പുറത്തുനിന്നുള്ളവരും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മേളിൽ കൂടെ വന്ന് റോഡ് സൈഡിൽ കൂടെ ഇറങ്ങാനും സ്റ്റെപ്പുണ്ട്. നമ്മൾ കണ്ട ആ ഇതിനകത്തോട്ട് ഇറങ്ങാനും ഉണ്ട് സ്റ്റെപ്പ്. അതേ ഇതിൻ്റെ അടിയിൽ കൂടെ കാരണം ഇതാ റോഡ്. ആൾക്കാരൊക്കെ വരുന്നതുണ്ടോ. സമയം 6 മണിയായി. ഇപ്പം 6 മണി 6:15 കണ്ടോ. എന്നിട്ടത്തേനും സൂര്യൻ ഉദിച്ച് നല്ല വെട്ടമായി. ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിനെന്തോ ഈ ആഴങ്ങളുള്ളതാണ്, അതുകൊണ്ട് പരിചയമില്ലാത്തവർ ഇറങ്ങി അങ്ങ് ദൂരെ ഒന്ന് നീന്തിപ്പോരെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് വെള്ളം പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം കേട്ടോ. വെള്ളത്തിനകത്ത് നമ്മൾ മേലോട്ട് കയറി ഇടനാഴിയാണ്. ഇനി സ്റ്റെപ്പ് കയറി നമ്മൾ തിരിച്ചു പോവുക. തിരുവല്ലുവാമല ക്ഷേത്രത്തിൻ്റെ സൈഡുകളിലെല്ലാം നിറച്ച് പൂവൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് പൂജാ ആവശ്യങ്ങൾക്കുള്ള പൂവെല്ലാം ഇവിടുന്ന് എടുക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. സ്റ്റെപ്പ് കയറി ഇച്ചിരി പാടാട്ടോ. നമ്മുടെ ക്യാമറ പുറകെ വരുന്നുള്ളൂ. അവിടുത്തെ വഴിപാടൊക്കെ എഴുതി വെച്ചേക്കുന്ന വഴിപാട് സംഭവങ്ങൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ. ഇതുപോലെ നിരവധി മനുഷ്യന്മാർ ആ ക്ഷേത്രത്തിന് ചുറ്റുവട്ടത്ത് ജപിക്കുന്ന കേട്ടോ. ഇന്നിപ്പോൾ വന്നപ്പോൾ 1-2 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് തൃശ്ശൂരിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നതെന്നാണ് പറയുന്നത്. നല്ല അന്തരീക്ഷമല്ലേ, നല്ല ഭംഗിയല്ലേ. ചുറ്റുപോട് മേഞ്ഞ് നല്ല ഭംഗിക്ക് കെട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ വിശേഷങ്ങൾ പറയുന്നത് കേട്ടാൽ നിറമാല, തിരുവല്ലാമല ഏകാദശി അങ്ങനെ പറഞ്ഞേക്കുന്നത്. അത് 2 പറഞ്ഞേക്കുന്നത്. പിന്നെ പരശുരാമനാണ് ഇതിൻ്റെ സൃഷ്ടാവെന്നും ഗുരുവായൂർ ഇവിടുത്തെ പുനർജനി ഏകാദശിക്ക്, അതായത് പുനർജനി നൂഴൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വൃശ്ചികത്തിലെ ഏകാദശിക്ക് മാത്രമേ നമ്മളെ കടത്തി വിടുള്ളൂ. അന്ന് അവിടെ വലിയ തിരക്കുകളിൽ നിന്ന് മാറി ഗുരുവായൂരപ്പൻ വരുമെന്നൊക്കെ എൻ്റെ വിശ്വാസം പറഞ്ഞേക്കുന്നത്. ഇവിടെ ഗുരുവായൂരപ്പൻ അമ്പലമുണ്ട്, ഗണപതിയുണ്ട്, പരമശിവനുണ്ട്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇത് പുനർജനി
ഗുഹയിലോട്ട് പോകുന്നതാണ്. ഇവിടുന്ന് 3 കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. വൃശ്ചികത്തിലെ ഏകാദശിക്ക് മാത്രമേ അങ്ങോട്ട് ആൾക്കാരെ കടത്തി വിടുള്ളൂ. 25 മിനിറ്റ് നേരം, അതായത് വീതി കുറഞ്ഞ ഒരു ഗുഹയുടെ അടിയിൽ കൂടെ വരാനുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ അവിടോട്ട് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇന്ന സമയത്തെ വിടുകയുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് ഇവിടുത്തെ സന്നദ്ധ സംഘടനകളും അവിടുത്തെ പഞ്ചായത്തും ഒക്കെ നിയന്ത്രിച്ചും കാര്യങ്ങളാണ് നടത്തിപ്പോകുന്നതെന്നും പറഞ്ഞു. അവരുടെ നിയന്ത്രണത്തിൽ നടക്കുന്നതെന്നും പറഞ്ഞു. പിന്നെ സ്ത്രീകളെ ഈ ഇടുങ്ങിയ സ്ഥലമായതുകൊണ്ട് പുനർജലി നുഴലിന് അനുവദിക്കുന്നില്ല ഇപ്പോഴും. അങ്ങനെയൊക്കെ ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ചോണം, വൃശ്ചികത്തിലെ ഏകാദശിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അന്നവിടെ അന്നദാനം കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഈ ആലിൻ്റെ അപ്പുറത്തൂടെ ഇതുണ്ട്. ഈ ആലിൻ്റെ ചുവട്ടിലൊക്കെ കുറേ കുഞ്ഞു പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മളിതിലെ ഇറങ്ങി തിരിച്ച് നമ്മുടെ ഗുരുവായൂരപ്പൻ, പിന്നെ തൊട്ട് താഴെ കുണ്ടിൽ അയ്യപ്പ ക്ഷേത്രം എന്നും പറഞ്ഞ്, അതായത് ഇച്ചിരി താഴെയാണ്. ഇതൊക്കെ ഉപപ്രതിഷ്ഠകളാണ് കേട്ടോ. ഹനുമാന്, പരമശിവന്, അങ്ങനെ ഗണപതി, അങ്ങനെ എല്ലാവരുടെയും ഉപദേവ പ്രതിഷ്ഠകളും ഉണ്ട് കേട്ടോ. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് കൊടിമരമില്ല. അതിന് തുല്യ പ്രാധാന്യം ഉള്ളതുകൊണ്ടായിരിക്കും ഇതിന് കൊടിമരമില്ലാത്ത. നമ്മൾ ഒരു റൗണ്ട് വലം വെച്ച്, പിന്നെ ക്ഷേത്രത്തിൽ അപ്പുറത്തെ സൈഡ് ഒരു ക്ഷേത്രത്തിന് ഒരു ശ്രീരാമൻ്റെ ശ്രീകോവിലിൻ്റെ ഭാഗത്ത് പാറപ്പുറത്താണ്, പാറയിൽ തന്നെയാണ് നിർമ്മിച്ചേക്കണത് കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ കുണ്ടിൽ അയ്യപ്പ ക്ഷേത്രം. അതിൻ്റെ തന്നെ കോമ്പൗണ്ടിൽ തൊട്ട് താഴെയായിട്ടിരിക്കുന്നത് കേട്ടോ. കുണ്ടിൽ അയ്യപ്പ ക്ഷേത്രം എന്ന് പറഞ്ഞ് ഇത്ര താഴെയായിട്ടായിരിക്കും കേട്ടോ. ഇനി അറിയത്തില്ല അതിനെന്തെങ്കിലും വിശ്വാസങ്ങളുണ്ടോ എന്ന്. നല്ല ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. വലിയ മോശം വരാത്ത രീതിയിലെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചേക്കണം. ദേ കണ്ടില്ലേ, കുണ്ടിൽ അയ്യപ്പൻ കാവെന്ന് എഴുതി വെച്ചേക്കണേ. ഇനി നമുക്ക് ഗുരുവായൂരിൻ്റെ ഉണ്ട്. ഇപ്പോൾ അടുത്ത് നമ്മൾ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്നുണ്ട്. എല്ലാം നല്ല തറയോടൊക്കെ പായി വൃത്തിയായത് ഗുരുവായൂരപ്പൻ്റെ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം വെച്ച്, രണ്ടപ്പുറത്ത് 2 ആനയും പണിത്, പുറകിൽ കണ്ടോ ഗരുഡ ഭഗവാനെയും പണിത് വെച്ചേക്കണം കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, പുനർജലി നുഴലിൻ്റെ അന്ന് ഗുരുവായൂർ ഏകാദശിയിൽ നിന്ന് തിരക്ക് കഴിയുമ്പോൾ ഭഗവാൻ ഇവിടെ വരുമെന്ന് ഒരു ഐതിഹ്യം ഉണ്ടെന്ന് മുമ്പേ പറഞ്ഞായിരുന്നല്ലോ. ഇതൊക്കെ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചും കുറച്ച് കാര്യങ്ങൾ കേട്ടോ. ഒരുപാട് ഇതുണ്ട്, ചരിത്രങ്ങളുണ്ട്. എല്ലാം ഒന്നും പറയാൻ നമുക്കറിയത്തില്ല. നമുക്ക് ഒരുപാട് ചരിത്രങ്ങളെല്ലാം ഗൂഗിളിലും വിക്കിപീഡിയയിലൊക്കെ ഉണ്ട്. അവിടെ ഇറങ്ങി കഴിയുമ്പോഴത്തേനും നമ്മുടെ അവിടെ ഇറങ്ങുമ്പോൾ കുത്താമ്പള്ളി കൈത്തറി ഇവിടെ ആയിരുന്നു കേട്ടോ. കുത്താമ്പള്ളി ഇപ്പോൾ ഇല്ല, ഇപ്പോൾ എല്ലാം തമിഴ്നാട്ടിലാണെന്ന് പറഞ്ഞു. ഇപ്പോൾ അവരവിടെ നിന്ന് നെയ്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് നല്ല 2 മുണ്ട് വാങ്ങി, അവിടെ നിന്ന് കാപ്പി കുടിച്ചു. ഇത് അതിൻ്റെ മുകളിൽ നമുക്ക് വിശ്രമിക്കാനും ഒക്കെ ഇരിക്കാനും ഒക്കെ ആയിട്ട് അമ്പലത്തിനോട് ചേർന്ന് തന്നെ പാറയിൽ നട ഇങ്ങനെ കൊത്തിയെടുത്തിട്ടേക്കണേ നല്ല അതിമനോഹരമായ സ്ഥലമാണ്. നമുക്ക് അവിടെ 5 മിനിറ്റ് ഇരുന്നിട്ടും കൂടെ പോവാം. നല്ല മനോഹരമായ അന്തരീക്ഷമല്ലേ. അത് നമ്മളെ വന്നപ്പോൾ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതാണ് അതിൻ്റെ ഗേറ്റ്. ഇച്ചിരി ഇരുട്ടായതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല. നമ്മളിനി ഇവിടെ പഴയന്നൂർ ഭഗവതി ക്ഷേത്രമുണ്ട്. അപ്പോൾ പഴയന്നൂർ ഭഗവതി ക്ഷേത്രം കൊച്ചിയായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന ക്ഷേത്രമാണ്. നമുക്ക് ഇവിടുന്ന് ഇനി പഴയന്നൂർ ദേവീക്ഷേത്രം കാണാൻ പോകാം കേട്ടോ. എല്ലാവരും ബാ. ഇതാണ് തിരുവല്ലാമലയുടെ പ്രകൃതി ഭംഗി. ഇതും തൃശ്ശൂർ തന്നെയാണ്. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ചരിത്രം പറയുന്നത് കൊച്ചി രാജാവിൻ്റെ പരദേവതയായിരുന്നെന്നാണ്. പരദേവതി ഉപാസനമൂർത്തിയായിരുന്നു പറഞ്ഞു. അത് 2 വശത്തും ഗേറ്റ് ശ്രദ്ധിച്ചാണ് കേട്ടോ. 2 പൂവൻ കോഴികളെ കുത്തിവെച്ചിട്ടുണ്ട്. കോഴിയമ്പലം എന്നാണ് ഇതിൻ്റെ പേരും പറഞ്ഞത്. ഇതിൻ്റെ ഒരു ക്ഷേത്രമാണ് നമ്മൾ ഇവിടെ കണ്ടില്ലായിരുന്നു, മട്ടാഞ്ചേരി കൊട്ടാരത്തിൻ്റെ താഴെ. അതായത് ഭഗവതി ക്ഷേത്രം ഇവിടുന്ന് അവിടെയും രാജാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് മട്ടാഞ്ചേരി കൊട്ടാരത്തിൻ്റെ താഴത്തെ നിലയിൽ പഴയന്നൂർ ഭഗവതി ക്ഷേത്രം എന്നുണ്ട്. മട്ടാഞ്ചേരി പോകുന്ന നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇവിടുത്തെ കണ്ടില്ല, ഇവിടെ നിറച്ച് കോഴിയുടെ കാര്യം ഇതുണ്ട്. ഇവിടെ പൂവൻ കോഴികളെയാണ് കൊണ്ട് ഇതിരിക്കുന്നത്. എന്നാണെന്നറിയോ, ഇവിടുത്തെ മഹാരാജാവിൻ്റെ കൂട്ടത്തിൽ കോഴിയുടെ രൂപത്തിലാണ് ഇവിടുത്തെ ഭഗവതി വന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പൂവൻ കോഴികളാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. അതായത് കുഞ്ഞു പൂവൻ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. പിന്നെ മീനമാസത്തെ തിരുവോണത്തിനാണ് 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഇവിടെ ഉത്സവം കേട്ടോ. ഇത് കോഴിയമ്പലം തന്നെ അറിയപ്പെടുന്നത്. ഇത് തൃശ്ശൂർ പഴയന്നൂർ. ഉണ്ടല്ലോ, എല്ലാത്തിൻ്റെ നല്ല പ്രകൃതി മനോഹരമായതും പാരമ്പര്യത്തിൻ്റെ പ്രൗഢി തെളിഞ്ഞിരിക്കുകയാണ് അമ്പലം കണ്ടോ. ചോരൊക്കെ വലിയ നാശമൊന്നും വരുത്താൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ കോഴി ഉണ്ടോ, അവിടെ ഫ്രണ്ടിൽ കടയുണ്ട്. അവിടെ നമുക്ക് അരി കിട്ടും, അതൊക്കെ കൊണ്ടുപോകുമ്പോൾ വാങ്ങിയും കൊടുക്കാം കേട്ടോ. ഇതാണ് പഴയന്നൂർ ഭഗവതി ക്ഷേത്രം. ഉണ്ടോ, നമ്മൾ ഫ്രണ്ടിലെ കടയുണ്ടായിരുന്നു, അവിടെ നിന്ന് അരി വാങ്ങിച്ച്. അരി അവർക്ക് വലിയതൊന്നുമില്ല, അന്നദാനത്തിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പറയണേ. അവർക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. ഇത് നമ്മുടെ സ്വന്തം എല്ലാവരും കണ്ടിട്ടുള്ള ഉത്രാളിക്കാവ്. ഉത്രാളിക്കാവ് അതായത് വടക്കാഞ്ചേരിയിൽ വേല ഉത്സവത്തിന് പേര് കേട്ടത്
പകൽ വെടിക്കെട്ടിന് പേര് കേട്ടത്. പിന്നെ അതിൻ്റെ ഐതിഹ്യം പറഞ്ഞ തലപ്പള്ളിയിലെ പ്രമുഖനായ കേളത്തച്ഛൻ അകമല താഴത്തെ കൃഷിക്കാരെ, അതായത് പാടങ്ങളിലുള്ളവരെ കാണാൻ വരുന്ന ആ ഒരു ഐതിഹ്യത്തിൻ്റെ പേരിൽ അങ്ങനെ നിർമ്മിച്ചതാണെന്നും അതിൻ്റെ പാരമ്പര്യം പറയുന്നത് അതാണ് കേട്ടോ. പിന്നെ ഇത് മുകൾ വശമില്ലാത്ത അമ്പലം, അതായത് വനദേവത ഇതാണ്. പിന്നെ മഹാകാളിയായിട്ട് ഇവർ ആരാധിക്കുന്നുണ്ട് കേട്ടോ. ഒരു പൂവം എന്ന് പറഞ്ഞൊരു വൃക്ഷമാണ് ശ്രീകോവിലിനകത്തേക്കുന്നത്. ആ പൂവെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല കാണാൻ നല്ല മനോഹരമായ ക്ഷേത്രം, നല്ല ചുറ്റും. ഇപ്പം നമ്മുടെ ഇതിപ്പോൾ പാടത്ത് കൊയ്ത്തൊക്കെ നടന്നുകൊണ്ട് നമ്മളെല്ലാം പല വീഡിയോകളിലും കാണുന്ന ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ നല്ല പാടം നല്ല വിളഞ്ഞ് നിൽക്കുമ്പോഴോ അല്ലെ ഞാറ് നല്ല നട്ട് നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അത്ര ഭംഗിയായിട്ട് കാണുന്നത് കേട്ടോ. ഇത് കൊടുങ്ങല്ലൂർ ഷൊർണൂർ ദേശീയപാതയിലാണ്, അതായത് വടക്കാഞ്ചേരിയിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ. ഉത്രാളിക്കാവ് അവിടെ ചെന്ന് ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും ഉത്രാളിക്കാവിൽ എല്ലാവർക്കും കാണാപ്പാടമായിരിക്കും. കിലോമീറ്റർ സഹിതം നമുക്ക് പറഞ്ഞു തരും കേട്ടോ. വലിയ വലിപ്പമൊന്നുമില്ലാത്തൊരു കുഞ്ഞമ്പലമാണ്. ഇതിൻ്റെ പ്രകൃതി ഭംഗി നമുക്കെല്ലാം കണ്ടിട്ടുള്ളതാണല്ലോ അല്ലേ. ചുറ്റും മലയാണ്, ആ മല ചുറ്റിപ്പറ്റിയാണ് ഈ അമ്പലത്തിൻ്റെ ഭംഗി നിൽക്കുന്നത്. ഉത്രാളിക്കാവ് കണ്ടു കഴിഞ്ഞാൽ ട്രെയിൻ ഇല്ലാതൊരു കഥയില്ല. ഉത്രാളിക്കാവും ട്രെയിനുമായിട്ട് അതുപോലെ ബന്ധമാണ്. ഭഗവതിക്ക് സ്വന്തമായിട്ട് എത്ര ട്രെയിനുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഇത് കണ്ടല്ലോ, ഇതെടുത്ത് കുഞ്ഞ് ക്ഷേത്രക്കുളമാണ്. അവിടുത്തെ പോലെ ഗേറ്റും പരിപാടിയൊന്നുമില്ല, നല്ല ചേർത്ത് മതിൽ പണിതേക്കുന്ന. നമ്മുടെ ക്ഷേത്രക്കുളത്തിനകത്ത് വെള്ളത്തിനകത്ത് ട്രെയിൻ പോകുന്ന കാണുന്നുണ്ടോ. അങ്ങനെ ഞങ്ങൾ ഉത്രാളിക്കാവ് കണ്ടു. അപ്പോൾ 3 ക്ഷേത്രം കണ്ട് തൃശ്ശൂർ ജില്ലയിൽ കേട്ടോ. എന്നിട്ട് ബൈനോക്കുലർ ടോക്സ് പുതിയൊരു യാത്രയിലേക്ക് പോവാണ്. അപ്പം നിങ്ങൾ